ورحمة الله وبركاته. الحمد لله رب العالمين ولا عاقبة للمتقين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله خاتم الأنبياء والمرسلين وعلى آله وصحابته أجمعين التابعين لهم بإحسان إلى يوم الدين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم رب زدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവനേറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ മഗ്ഫിറത്തും അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഇൽമിൻ്റെ മജ്ലിസായി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ നമ്മളിവിടെ ചെലവഴിക്കുന്ന സമയം അല്ലാഹു ഒരു കാരണമായി, സബബായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു മാസം ഇതാ നമുക്ക് തണൽ വിരിച്ചിരിക്കുകയാണ്. അല്ലാഹു അവനുദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയേക്കും. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടിമകൾക്ക് നൽകുന്ന നിഅമത്തുകൾ പലവിധമാണ്. അത്തരത്തിൽ അവൻ തൻ്റെ അടിമകൾക്ക് നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും മുന്തിയ നിഅമത്തുകൾ, അതിലേറ്റവും ആദ്യം വരുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹു ഒരുവന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പരിശുദ്ധമായ റമളാനിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരിശുദ്ധ റമളാൻ സമാഗതമായാൽ തൻ്റെ സഹാബത്തിനെ ഈ മാസത്തിൻ്റെ ആഗമനം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ മാസം അതിനെ വരവേൽക്കാൻ, അതിനെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കം നൽകാൻ തൻ്റെ സഹാബത്തിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമായ മാസം, അതിൽ പ്രവേശിക്കുക എന്ന അനുഗ്രഹം, ആ വലിയ അനുഗ്രഹത്തിൻ്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ റമളാൻ അതിൽ പ്രവേശിക്കാൻ, അതിൽ ജീവിക്കാൻ അല്ലാഹു അതിൽ നിന്നും തടഞ്ഞിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ അവരുടെ ദുനിയാവിലെ അവധി പൂർത്തിയാക്കി അവരുടെ ആഖിറത്തിലേക്ക് മടങ്ങിയവരാണ്. ഇനി അതുപോലെ തന്നെ റമളാനിൽ ജീവിച്ചിരുന്നിട്ടും ഈ പരിശുദ്ധമായ മാസത്തിൽ ശരിയായ നിലയ്ക്ക് പ്രവേശിക്കുവാനോ, അതുപോലെ തന്നെ ആ മാസത്തിലെ നന്മകൾ സഹോദരങ്ങളെ നേടിയെടുക്കുവാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള കണക്കില്ലാത്ത ഖൈറുകൾ, അല്ലാഹുവിൻ്റെ പാപവിമുക്തി, അവൻ്റെ സ്വർഗം, ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവിമുക്തി നൽകുന്ന അങ്ങേയറ്റത്തെ സൗഭാഗ്യങ്ങൾ, അത് തടയപ്പെട്ട ആളുകൾ സഹോദരങ്ങളെ ഈ മാസത്തിലും ദുനിയാവിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാനിരിക്കുന്ന ഈ പരിശുദ്ധമായ മാസം, ഈ റമളാൻ, അതിൻ്റെ വില
അത് എത്രമാത്രം വലുതാണ് എന്നത് ആ അനുഗ്രഹത്തിന്റെ വില നമ്മൾ തിരിച്ചറിയേണ്ടത്. മുൻഗാമികൾ അവർ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, തഅറദു ഇബാദല്ലാഹ് ലിനഫഹാത്തില്ലാഹി അസ്സ വജൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ തന്റെ അടിമകൾക്ക് നൽകുന്ന നഫഹാത്തുകൾ അത് നിങ്ങൾ നേടിയെടുക്കുക. ചില ലൈഫായ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളതുപോലെ ഇന്ന ലില്ലാഹി നഫഹാത്ത്, തീർച്ചയായും അള്ളാഹുവിന് ചില നഫഹാത്തുകളുണ്ട്. നഫഹാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ അതായ, അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ സമ്മാനങ്ങളും അവൻ തന്റെ അടിമകൾക്ക് നൽകാൻ തെരഞ്ഞെടുക്കുന്ന വളരെ ചുരുങ്ങിയ സമയം, ചില പ്രത്യേകമായ സമയങ്ങൾ, അതിനാണ് നഫഹാത്ത് എന്ന് പറയുക. ആ നഫഹാത്തുകൾ അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന് നൽകുന്നതാണ്. അതിനുശേഷം അവർ ഒരിക്കലും നിർഭാഗ്യവാന്മാരിൽ പെട്ടുപോവുകയില്ല എന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് ലൈഫായ സനദോടുകൂടിയുള്ള ഹദീസാണ്. പക്ഷേ സലഫുകൾ, അവർ മുൻഗാമികൾ പരസ്പരം ഉപദേശിക്കാറുള്ള കാര്യമായിരുന്നു, തഅറദു ഇബാദല്ലാഹ് ലിനഫഹാത്തില്ലാഹ്. അടിമകളെ, അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഈ നഫഹാത്തുകൾ, അവന്റെ റഹ്മത്ത് നൽകുന്ന പ്രത്യേകമായ സന്ദർഭങ്ങൾ അത് നേടിയെടുക്കുന്നതിൽ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മുൻഗാമികൾ പരസ്പരം ഓർമ്മപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വലിയ നിഅമത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഈ വലിയ നിഅമത്തിന്റെ വില നമ്മൾ തിരിച്ചറിയുക. അതുപോലെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ നിഅമത്തിന് അതിന് ശരിയായ നിലക്ക് നമ്മൾ വിലമതിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ നിഅമത്ത് അത് നമ്മിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് ഏറ്റവും നല്ല നിലക്ക് വിനിയോഗിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളത്. പരിശുദ്ധ റമളാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം സഹോദരങ്ങളെ, സമൂഹത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പല രൂപത്തിൽ നമുക്ക് കാണാം. പല രൂപത്തിൽ ആളുകൾ റമളാനിന് വേണ്ടി ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ചിലർ പരിശുദ്ധമായ റമളാൻ വരുന്നതിനോടനുബന്ധിച്ച് അവർ ഭൗതികമായ വിഭവങ്ങൾ, പ്രത്യേകിച്ചും പരിശുദ്ധമായ റമളാനിൽ ഭക്ഷ്യ അന്നപാനീയങ്ങൾ, അതിന്റെ സമയത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. സാധാരണ കഴിക്കുന്ന വിഭവങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ധാരാളമായി അധ്വാനിച്ച് അതിനുവേണ്ടിയുള്ള ഭൗതികമായ സന്നാഹങ്ങൾ ഒരുക്കി, ഭക്ഷണങ്ങൾ, പല ഇനത്തിലുള്ള ഭക്ഷണങ്ങൾ, അത് വേഗം തന്നെ ഒരു മാസത്തേക്ക് ആവശ്യമായത് നമ്മുടെ വീടിന്റെ സ്റ്റോറിൽ, അടുക്കളയിൽ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആളുകളുടെ ഭാഗത്ത് നിന്ന് മുന്നൊരുക്കം നമുക്ക് കാണാം. അതുപോലെ ചില ആളുകൾ അവർ വീടുകൾ അലങ്കരിക്കുന്നതിലും, അതുപോലെ തന്നെ മറ്റ് മാളുകളും അതുപോലെയുള്ള മനുഷ്യന്മാർ കൂടുന്ന സ്ഥലങ്ങളൊക്കെ അലങ്കരിച്ച് വീടൊക്കെ വൃത്തിയാക്കി പരിശുദ്ധ റമളാന് വേണ്ടി ഒരുങ്ങുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ പല നിലക്ക് റമളാന് മുന്നൊരുക്കം നടത്തുന്നത് നമ്മൾ കാണുന്നു. ഈ പറയപ്പെട്ടതൊക്കെ നമുക്ക് ആവശ്യമായ അളവിൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ അതിനപ്പുറം റമളാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും അകക്കാമ്പ് എന്ന് പറയുന്നത്, അത് നമ്മുടെ ആത്മീയമായ ഒരുക്കമാണ്. നമ്മുടെ നഫ്സ് കൊണ്ട് നമ്മൾ ഒരുങ്ങുന്ന ഒരുക്കമാണ് റമളാനിന് വേണ്ടിയിട്ടുള്ള ശരിയായ ഒരുക്കം. അതുകൊണ്ട് സലഫുകൾ അവർ പറഞ്ഞിട്ടുള്ള മഹത്തരമായ വാക്ക് നമുക്ക് കാണാം, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ. ആരാണോ റമളാനിന് മുമ്പ് തന്റെ നഫ്സിനെ, തന്റെ ആത്മാവിനെ നന്നാക്കിയത്, അവനാകുന്നു മംഗളം എന്ന് മുൻഗാമികൾ പരസ്പരം പറയാറുണ്ടായിരുന്നു. അംർ ബിൻ ഖൈസ് റഹിമഹുല്ലാ സലഫുകൾപ്പെട്ട അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയമായ വളർച്ച, ആത്മീയമായ തയ്യാറെടുപ്പ്, അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാനിന് മുന്നോടിയായിക്കൊണ്ട് നമ്മൾ പ്രധാനമായും വരേണ്ടുന്ന കാര്യം. അതിനുശേഷമാണ് ബാക്കിയുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം അത് അർഹിക്കുന്ന അളവിൽ മാത്രമാണ് അതിന് പ്രസക്തിയുള്ളത്. നോക്കൂ, നിങ്ങൾ ഈ റമളാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നഫ്സ് നന്നാകുന്നതിനെ കുറിച്ച് സലഫുകൾ ഇപ്രകാരം പരസ്പരം വസിയത്ത് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം. റമളാൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ പ്രത്യേകമായ നഫഹാത്തുകളാണ്. അല്ലാഹു അവൻ തെരഞ്ഞെടുക്കുന്ന വളരെ ചുരുങ്ങിയ സമയമാണ്.
ആ സമയത്തിൽ അള്ളാഹു അവന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തുകൾ, അവന്റെ ഭാഗത്തു നിന്നുള്ള തന്റെ അടിമകൾക്കുള്ള സമ്മാനങ്ങൾ അവൻ ധാരാളമായി വാരിക്കോരി നൽകും. ആ സമയത്ത് അത് നഷ്ടപ്പെടാതിരിക്കാൻ ഒരടിമ അങ്ങേയറ്റം പരിശ്രമിക്കണം, എങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒരുവൻ അവന്റെ നഫ്സിനെ സംസ്കരിച്ച് ഈ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ ഈ നഫഹാത്ത് ഏറ്റുവാങ്ങാൻ അവന്റെ ഖൽബ് അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് വന്നതുപോലെ അവനിൽ നിന്ന് കഴിഞ്ഞു പോകും. അവന് അള്ളാഹു വെച്ചിട്ടുള്ളതായ യാതൊരു ഫضലും ആ മാസത്തിൽ നിന്ന് അവന് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു നന്മയാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായ ധാരാളം നന്മകളുണ്ട്. നമ്മളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അവന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തും അവന്റെ ഭാഗത്തു നിന്നുള്ള നരകവിമുക്തിയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ കാരുണ്യവും മഗ്ഫിറത്തും എല്ലാം നേടിയെടുക്കാൻ ചില ഇബാദത്തുകൾ പ്രത്യേകമായി നമുക്ക് ദീനിൽ ശറഅാക്കിയിട്ടുണ്ട്. രാത്രി നമസ്കാരം പോലെ, നോമ്പ് പോലെ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ പോലെ ധാരാളക്കണക്കിന് അമലുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇബാദത്തുകൾ സഹോദരങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് നിർവഹിക്കണമെങ്കിൽ, അതിനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ആത്മീയമായ സംസ്കരണം അതിനു മുന്നേ തന്നെ സാധ്യമാകണം. അതുകൊണ്ടാണ് ഉലമാക്കൾ, മുൻഗാമികൾ പ്രത്യേകിച്ചും ഈ കാര്യം പ്രത്യേകം ഊന്നി പറഞ്ഞത്. ആരാണോ റമദാനിന് മുമ്പ് തന്റെ നഫ്സിനെ നന്നാക്കിയത് അവന് മംഗളം. കാരണം അവനാണ് റമദാനിൽ ഏറ്റവും അധികം നന്മയിൽ മുന്നേറാൻ സാധിക്കുക, നന്മയിൽ ഒരുപാട് മുന്നോട്ട് പോകാനും അള്ളാഹു ഈ മാസത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള, ഈ റമദാനിൽ ഒരുക്കി വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം നേടിയെടുക്കാനും ഒരുവന് അത് മുഖേന സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഈ റമദാന് മുന്നോടിയായി, അതിന് മുന്നൊരുക്കമായി നമ്മൾ നടത്തേണ്ടത് നമ്മുടെ നഫ്സുകളെ സംസ്കരിച്ചുകൊണ്ടായിരിക്കണം. ഷെയ്ഖ് അബ്ദുർ റസാഖ് ബദർ ഹഫിളഹുള്ള അദ്ദേഹം രചിച്ചിട്ടുള്ളതായ ഒരു കിതാബ് അശ്റു ഖവാഇദ് ലിതസ്കിയത്തിൻ നുഫൂസ്, അഥവാ നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുന്നതിന് ആവശ്യമായ 10 ഖായിദകൾ, 10 നിയമങ്ങൾ അദ്ദേഹം ആ കിതാബിൽ വിശദീകരിക്കണം. അതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഈ ചുരുങ്ങിയ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ഓരോന്നും ശ്രദ്ധയോടെ കേൾക്കുകയും അത് ഈ പരിശുദ്ധമായ റമദാനിലേക്ക് കടക്കുമ്പോൾ അവ നമ്മുടെ ഉള്ളിൽ പരിവർത്തനം, ഈ പറയപ്പെട്ട ഖായിദകൾ നമ്മൾ പരിശോധിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും അതുവഴി നമ്മുടെ നഫ്സിനെ തസ്കിയത്ത് ചെയ്യുന്നതിൽ നമ്മൾ കാര്യമായി പ്രവർത്തിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ പരിശുദ്ധമായ റമദാനെ വേണ്ട വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാം, നഫ്സിനെ തസ്കിയത്ത് ചെയ്യുക, സംരക്ഷിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലും ധാരാളമായി പറയപ്പെട്ടിട്ടുള്ള വളരെ ഗൗരവമേറിയ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നഫ്സിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഈ നഫ്സിനെ ആരാണോ തസ്കിയത്ത് ചെയ്തത് അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ ആരാണോ മലിനപ്പെടുത്തിയത് അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അസ്സക്കാ അല്ലെങ്കിൽ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഭാഷയിൽ അതിന്റെ അർത്ഥം പറയുക അസ്സിയാദത്തു ഫിൽ ഖൈർ, നന്മയിൽ വർധന ഉണ്ടാകുന്നതിനാണ് സാധാരണ സക്കാത്ത് അല്ലെങ്കിൽ തസ്കിയത്ത് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുവൻ നഫ്സിനെ തസ്കിയത്ത് ചെയ്യുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അസ്സഅയു ബിതസ്കിയത്തിൻ നുഫൂസി അന്നഫ്സി ബികത്റത്തി ത്വാഅതി വൽ ഖൈറാത്ത്. അഥവാ ഒരുവൻ തന്റെ നഫ്സിനെ പരിശീലിപ്പിക്കലാണ്, അതിനുവേണ്ടി അധ്വാനിക്കലാണ്. ബികത്റത്തി ത്വാഅ വൽ ഖൈറാത്ത്, നന്മകൾ കൊണ്ടും അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ടും നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ വേണ്ടി ഒരുവൻ അധ്വാനിക്കലാണ്. അതിനാണ് തസ്കിയത്ത് എന്ന് പറയുക. അങ്ങനെ ഒരുവൻ പരിശ്രമിക്കുകയും അതിലവൻ വിജയിക്കുകയും ചെയ്താൽ ഖദ് അഫ്ലഹ്, അവൻ പരലോകത്ത് വിജയിക്കും. ദുനിയാവിൽ അവന്റെ നഫ്സ് അവനെ വഴങ്ങിക്കിട്ടും. അതുപോലെ നാളെ പരലോകത്ത് ആ നഫ്സ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് അള്ളാഹു വിളിച്ചുകൊണ്ട് പരലോകത്തേക്ക് ക്ഷണിക്കുന്ന ആ അനുഗ്രഹീതരായ നുഫൂസുകളിൽ അള്ളാഹു ആ അത്തരക്കാരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ
മറ്റത് പറഞ്ഞത് എന്താണ്? രണ്ടാമത് വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ അതിനെ മലിനപ്പെടുത്തിയത്. മലിനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബികസ്റത്തി ശുറൂരി വസ്സയ്യിആത്ത്, തിന്മകൾ കൊണ്ടും ഹറാമായ മോശമായ കാര്യങ്ങൾ കൊണ്ടും അതുകൊണ്ട് ഒരുവൻ തന്റെ നഫ്സിനെ മലിനപ്പെടുത്തലാണ്. തിന്മ ചെയ്യുക വഴി ഒരുവൻ യഥാർത്ഥത്തിൽ അവന്റെ നഫ്സിനെ മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹറാമായ കാര്യങ്ങൾ ഒരുവൻ പ്രവർത്തിക്കുക വഴി അവൻ യഥാർത്ഥത്തിൽ അവന്റെ നഫ്സിനെയാണ് അവൻ നിന്ദിക്കുന്നത്. അത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അള്ളാഹു അതിനോട്, ഈ പറഞ്ഞ വാക്കിനോട് സാദൃശ്യമായ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. വമൻ തസക്കാഹ ഫഇന്നമാ യതസക്കാ ലിനഫ്സി, ആരാണോ സ്വന്തം നഫ്സിനെ നന്നാക്കുന്നത്, സംസ്കരിക്കുന്നത്, അവൻ അവന്റെ സ്വന്തം തടിയെ തന്നെയാണ്, അവന്റെ നഫ്സിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അവന് വേണ്ടി തന്നെയാണ് അവൻ സംസ്കരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ തസ്കിയത്ത് ഈ പരിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് സാധ്യമാകണം. അതിനുള്ള ഖായിദകളിൽ ഒന്നാമത്തത്, ഏറ്റവും പ്രധാനമായി നമ്മുടെ നഫ്സുകളെ സംസ്കരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഖായിദ, ഒന്നാമത്തത്, അതിലേറ്റവും ഗൗരവമേറിയത് സഹോദരങ്ങളെ, അത് തൗഹീദാണ്. അസ്ലു മാ തസ്കു ബിഹിൻ നുഫൂസ്, നമ്മുടെ നഫ്സുകളെ സംസ്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിക്കുന്നത് തൗഹീദാണ്. ആ തൗഹീദ് എത്ര കണ്ട് ഒരുവൻ അത് തഹ്ഖീഖ് ചെയ്യുന്നുവോ അത്ര കണ്ട് അവന്റെ ആത്മാവ് സംസ്കരിക്കപ്പെടും. ഒരുവൻ തൗഹീദിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവന്റെ അമലുകൾ, മറ്റ് ഇബാദത്തുകൾ, അമലുകൾ എത്ര നന്നായാലും അവന്റെ തസ്കിയത്ത് കീഴോട്ടാണ് പോവുക, താഴോട്ടാണ് പോവുക. എന്താണ് കാരണം? തൗഹീദ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തിൽ അവന് പിശക് പറ്റിയിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിലേക്ക് അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, താങ്കൾ പ്രവേശിക്കുന്നത് അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു ജനതയുടെ അടുത്തേക്കാണ്. ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല, താങ്കൾ അവരെ ദഅവത്ത് ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യം താങ്കൾ അവരോട് ദഅവത്ത് ചെയ്യേണ്ടുന്നതായ കാര്യം അള്ളാഹുവിനെ ഏകനാക്കുക എന്ന തൗഹീദിലേക്കായിരിക്കണം. കാരണം ഈ കാര്യമാണ് ഓരോ പ്രബോധകനും സമൂഹത്തോട് പറയാനുള്ളത്. ഓരോ നബിമാരും സമൂഹത്തോട് പറഞ്ഞതും ഇതാണ്. വമാ അർസൽനാ മിർ റസൂലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നമുക്ക് കാണാം. എല്ലാ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളതായ ആ സന്ദേശം അനി അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യുക, താഗൂത്തുകളെ, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ ദുർമൂർത്തികളെയും വെടിയുക എന്ന കാര്യം പഠിപ്പിക്കാനല്ലാതെ ഒരു നബിയും അള്ളാഹു അയച്ചിട്ടില്ല. അപ്പൊ ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ വിഷയം സഹോദരങ്ങളെ, നമ്മൾ അത് ശരിയായ നിലയിൽ നമ്മളിലുണ്ടോ, അതിനെ ബാധിക്കുന്നതായ ഏതെങ്കിലും തകരാറുകൾ, നമ്മുടെ വിശ്വാസപരമായ പ്രശ്നങ്ങൾ ഏതെങ്കിലും നിലക്ക് നമ്മുടെ തൗഹീദിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം തൗഹീദിന്റെ അഭാവത്തിൽ തസ്കിയത്ത് ഒരിക്കലും ഒരു മനുഷ്യനിൽ ശരിയായ നിലയിൽ പ്രവർത്തിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളെ കുറിച്ച് പറയുന്നത് നോക്കൂ, വൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം. അല്ലദീന ലാ യുഅ്തൂന അസ്സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. എന്താണ് അവരുടെ അവസ്ഥ? മുശ്രിക്കീങ്ങൾ അവർ സകാത്ത് നൽകുന്നവരാണ്, വഹും ബിൽ ആഖിറതി കാഫിറൂൻ, പക്ഷെ അവർ ആഖിറത്തിനെ സംബന്ധിച്ച് ആഖിറത്തിനെ നിഷേധിക്കുന്നവരാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ഹിയ തൗഹീദ് വൽ ഈമാനു അല്ലദീ ബിഹി യസ്കുൽ ഖുലൂബ്. മനുഷ്യന്മാരുടെ ഖൽബ് അത് സംസ്കരിക്കപ്പെടുന്നത് തൗഹീദ് കൊണ്ടും ഈമാൻ കൊണ്ടുമാണ്. ഇതിന്റെ അഭാവത്തിൽ ഒരിക്കലും എന്ത് നടക്കുകയില്ല? തസ്കിയത്ത് നടക്കുകയില്ല. ഇവിടെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളുകൾ അവർ ദാനം ചെയ്യുന്നുണ്ട് സമ്പത്ത്, പക്ഷെ ആ ദാനം അതെടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് നാശമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ് കാരണം? അവരുടെ ഈമാൻ, അവരുടെ തൗഹീദിൽ കാര്യമായ തകരാറുണ്ട്. അങ്ങനെയുള്ള അവർ ചെയ്യുന്ന ഇബാദത്ത് നോക്കൂ, അവർക്ക് ഗുണമല്ല കൊണ്ടുവരുന്നത്, മറിച്ച് ദോഷമാണ്.
ഇപ്രകാരം പരിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ തൗഹീദിനെ സംബന്ധിച്ചാണ്, നമ്മുടെ ഈമാനെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അവിടുത്തെ സഹാബത്ത് നിലക്കൊണ്ടിട്ടുള്ളതായ ആ അഖീദക്ക് വിരുദ്ധമായി, ആ വിശ്വാസത്തിന് വിരുദ്ധമായി, ആ തൗഹീദിന് വിരുദ്ധമായ മാർഗത്തിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് സഹോദരങ്ങളെ, നമ്മൾ എടുക്കുന്ന ഈ രാവിലും പകലിലും നമ്മൾ എടുക്കുന്നതായ എണ്ണമറ്റ ഇബാദത്തുകൾ, ഇത് വലിയ അളവിൽ വലിയ പ്രയാസത്തോടുകൂടി നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ഇബാദത്തുകൾ, ഇത് മുഴുവൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിങ്കൽ യാതൊരു വിലയുമില്ലാതെ, അള്ളാഹുവിങ്കൽ യാതൊരു ഖീമത്തുമില്ലാതെ അള്ളാഹു അത് വളരെ ധൂളികളെ പോലെ ആക്കി തീർക്കുന്നത് അത് എത്രമാത്രം പ്രയാസകരമായ കാര്യമായിരിക്കും. ലഇൻ അശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നീ എങ്ങാനും അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ തൗഹീദിൽ പ്രശ്നമുണ്ടെങ്കിൽ, ലയഹ്ബതന്ന അമലുക, തീർച്ചയായും നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകുന്നതാണ്, അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ പരിശുദ്ധ റമദാനിൽ ആളുകൾ നോമ്പെടുക്കുന്നതിലും തറാവീഹ് നമസ്കാരത്തിലും മറ്റ് ദാനധർമ്മങ്ങളിലും എല്ലാത്തിലും മുന്നേറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് അവരോടും നമ്മളോടും ആദ്യം പറയാനുള്ള കാര്യം നമ്മുടെ തൗഹീദിനെ സംബന്ധിച്ചാണ്. ഈ പരിശുദ്ധ റമദാനിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അഖീദയാണ്. അതിനെ സംബന്ധിച്ചുള്ള പഠനം അത് ഏറ്റവും ശക്തമായ നിലക്ക് മുന്നോട്ട് പോകുമ്പോഴേ ഈ പരിശുദ്ധമായ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മുടെ തസ്കിയത്ത് അത് ശരിയായ നിലയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അതിന്റെ അഭാവത്തിൽ നമ്മൾ എടുക്കുന്ന ഏതൊരു പരിശ്രമവും, നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാൻ നമ്മൾ എടുക്കുന്ന ഏതൊരു പരിശ്രമവും സഹോദരങ്ങൾ അത് പാഴായി പോകുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഖായിദ ഷെയ്ഖ് ഇവിടെ പറയുന്നത് അദ്ദുആഉ മിഫ്താഹു സകാത്തുൻ നുഫൂസ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഖായിദ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള പ്രാർത്ഥന മാത്രമാണ്, അല്ലെങ്കിൽ ആ പ്രാർത്ഥന തന്നെയാണ് ഒരടിമയുടെ നഫ്സ് അത് സംസ്കരിക്കുന്നതിൽ അവനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നോക്കൂ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെ പരിശുദ്ധി പ്രാപിക്കുകയില്ലായിരുന്നു. അബദ, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. വലകിന്നല്ലാഹ യുസക്കി മൻ യശാ. വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട വാക്കുകളാണ്. വലകിന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ എന്ത് ചെയ്യും? അവന് തസ്കിയത്ത് നൽകും. അപ്പൊ സഹോദരങ്ങളെ, തസ്കിയത്ത് അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അത് നൽകുന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ മനസ്സുകൾ, നമ്മുടെ നഫ്സുകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ റബ്ബാണ്. അതുകൊണ്ട് നമ്മുടെ നഫ്സിനെ സംസ്കരിക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടേ നമ്മുടെ നഫ്സിനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആഇന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് അവിടെ അള്ളാഹു പറഞ്ഞത്? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബു ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് തേടുവിൻ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, അല്ലാഹു നമ്മളോട് വാഗ്ദാനം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ലംഘിക്കുക എന്നത് സഹോദരങ്ങളെ എത്രമാത്രം അല്ലാഹുവിന് യോജിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിൽ നമ്മൾ നന്നായി അധ്വാനിക്കണം. നമ്മൾക്ക് എവിടെയാണ് പ്രശ്നമുള്ളത്, എവിടെയാണ് തകരാറുള്ളത്, നമ്മുടെ നഫ്സിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ നമ്മുടെ നഫ്സിനോട് ചോദിക്കുക. എന്നിട്ട് ഈ പരിശുദ്ധമായ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏതെല്ലാം കാര്യത്തിലാണോ അള്ളാഹുവിന്റെ സഹായം സഹോദരി നിനക്ക് വേണ്ടത്, അവിടെ നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക. ഏതൊരു കാര്യത്തിലാണോ നിനക്ക് അള്ളാഹുവിന്റെ സഹായം, ഏതൊരു പാപം ഒഴിവാക്കാനാണോ നിനക്ക് റബ്ബിന്റെ സഹായം വേണ്ടത്, നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക. ഏതൊരു ഇബാദത്ത് അത് ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം നിനക്ക് ആവശ്യമുണ്ടോ, സഹോദരി, നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ
അല്ലാഹുവേ എനിക്ക് എന്റെ നഫ്സിന് തഖ്വ നീ പ്രദാനം ചെയ്യണമേ. വസക്കിഹ, അല്ലാഹുവേ എന്റെ നഫ്സിനെ നീ തസ്കിയത്ത് ചെയ്യണമേ. അൻത ഖൈറു മൻ സക്കാഹ, അല്ലാഹു എന്റെ നഫ്സിനെ നന്നാക്കാൻ, ഏറ്റവും നന്നായി നന്നാക്കാൻ കഴിവുള്ളവൻ നീയാൻ. അൻത വലിയുഹ വ മൗലാഹ, ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അൻത വലിയുഹ വ മൗലാഹ, അല്ലാഹു എന്റെ നഫ്സ് അതിന്റെ ഉടമ നീയാണ്, അതിന്റെ യജമാനൻ നീയാണ്, അതിന്റെ ഉടമസ്ഥൻ നീയാണ്. ഏതൊരു നന്മയാണോ സഹോദര നീ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഏതൊരു തിന്മയിൽ നിന്നാണോ നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ, അതിൽ നിന്ന് നിന്നെ നന്നാക്കാൻ, നിന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവൻ നിന്റെ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അത് നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ച മറ്റൊരു ദുആ നമ്മൾ കേട്ടിട്ടുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, കൽബുകളെ മറിക്കുന്നവനായ റബ്ബെ എന്റെ കൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥനകൾ, ഇതല്ലാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഈ ദുആ, വാരിദായ ദുആ, അതിനപ്പുറം നമ്മൾ ഏതൊക്കെ കാര്യത്തിനാണോ നമ്മൾ ആവശ്യക്കാരുള്ളത്, നമ്മുടെ ഓരോരുത്തരും നഫ്സിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും നമുക്കറിയുന്നവരാണ്. നമ്മുടെ റബ്ബിനോട് ചോദിക്കുക. തീർച്ചയായും അതിന് വലിയ, പ്രത്യേകിച്ചും ഈ ശഅബാനിൽ, ഈ റമളാനിനോടനുബന്ധിച്ച് ധാരാളമായ അസുലഭമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതായ സന്ദർഭങ്ങൾ, ആ സമയത്തുള്ള നമ്മുടെ ദുആ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്ക് കാണാം. ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, തീർച്ചയായും ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച് ഒരു കാര്യം ദുആ ചെയ്ത് എനിക്കതിന് ഉത്തരം നൽകപ്പെടുന്ന കാര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. വലാകിൻ ഹമ്മ ദുആ, അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്ക് പറ്റുമോ എന്ന കാര്യത്തിലാണ് എനിക്ക് ബേജാറുള്ളത്. ഫഇദാ ഉൽഹിംതു ദുആഅ ഫഇന്നൽ ഇജാബത മഅഹ്, എനിക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫഇന്നൽ ഇജാബത മഅഹ്, തീർച്ചയായും ആ ചോദ്യത്തിനൊപ്പം എനിക്കതിന്റെ ഉത്തരം ലഭിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഈ നിലക്കുള്ളതായ യഖീനോടുകൂടി നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ, പ്രത്യേകിച്ചും നമ്മുടെ നഫ്സ് നന്നാക്കുന്ന കാര്യത്തിൽ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തത് സഹോദരങ്ങളെ, അൽ ഖാഇദ അസ്സാലിസ, മൂന്നാമത്തെ ഖാഇദ മുലാസമതു അൽ ഖുർആൻ കരീം, ഖുർആനോടുള്ള നമ്മുടെ ബന്ധമാണ്. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഒരടിമയുടെ നഫ്സ് അതിനെ സംസ്കരിക്കാൻ ഖുർആനോളം പ്രയോജനപ്രദമായ വേറെ ഒരു ഔഷധവുമില്ല, ഒരു ഉപകാരപ്രദമായ വേറൊരു മാർഗവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും ആ ഖുർആൻ പഠിപ്പിക്കാനായി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും പറഞ്ഞു. നോക്കൂ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് മേൽ അല്ലാഹു അവന്റെ വലിയ മിന്നത്ത്, ഔദാര്യം ചൊരിഞ്ഞിരിക്കുന്നു. എന്താണത്? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയച്ചു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, ആ നബി അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്നു. വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിക്കുന്നു. അപ്പൊ ഇവിടെ തസ്കിയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ കിതാബ്, അതിലെ ആയാത്തുകളോടാണ്. അതിലെ ആയാത്തുകൾ പഠിക്കുക വഴി, അതിലെ ആയാത്തുകൾ അത് മനനം ചെയ്യുക വഴി, അതിൽ കൂടുതലായി അതിന്റെ ഫവായിദുകൾ ഒരുവൻ നേടിയെടുക്കുന്നത്, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് വഴി ഒരുവന്റെ കൽബ്, ഒരു അടിമയുടെ കൽബ് അത് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സലഫുകൾ അവർ റമളാനിന് മുമ്പ് റജബിലും ഷഅബാനിലും ഖുർആനുമായിട്ടുള്ള ബന്ധം മറ്റു മാസങ്ങളെക്കാൾ അവർ വർദ്ധിപ്പിക്കുമായിരുന്നു. നമുക്ക് ധാരാളമായി സലഫുകളുടെ അമലുകൾ, പ്രത്യേകിച്ച് ഷഅബാനിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം. എന്നാൽ ഷഹറുൽ ഖുർആ, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ, തിലാവത്ത് ചെയ്യുന്നവരുടെ മാസമാണ് എന്ന് വരെ ഷഅബാനെ സംബന്ധിച്ച് സലഫുകൾക്കിടയിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? ധാരാളമായി അവർ ഷഅബാനിൽ തന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധം 10 മടങ്ങ് അവർ വർദ്ധിപ്പിക്കുമായിരുന്നു. അത് മുഖേന അവരുടെ കൽബുകൾ തസ്കിയത്ത് ചെയ്യുന്നതിൽ അതവരെ അങ്ങേയറ്റം സഹായിക്കും എന്നുള്ളത് കൊണ്ടാണത്. അതുകൊണ്ട് ഖുർആനോടുള്ള ബന്ധം നമ്മൾ ഷഅബാൻ, ഈ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മാസം മുതലേ
നമ്മുടെ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ 10 മടങ്ങ് നന്നാക്കണം. അള്ളാഹുവിന്റെ കലാമുമായി ഒരുവളുടെ കൽബ് എത്ര കണ്ട് ബന്ധം സ്ഥാപിക്കുന്നു അത്ര കണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ അവന്റെ കൽബിന്റെ സലാഹ് അതിലൂടെ നടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സമയം വെറുതെ സമയം പാഴാക്കുന്ന അവസ്ഥയിലും അതിൽ നിന്ന് എന്തെങ്കിലും ഇത് കേൾക്കാൻ സാധിക്കുക, ഓതാൻ കഴിയാത്ത സാഹചര്യമാണ് അതിൽ നിന്ന് കേൾക്കുക. അതുപോലെ തന്നെ തിലാവത്ത് ചെയ്യുക, അതുപോലെ അതിൽ നിന്ന് ആയത്തുകൾ മനനം ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുക, അതിൽ നിന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളതായ ഹലാൽ ഹറാമുകൾ പഠിച്ച് മനസ്സിലാക്കുക. അതിലേക്ക് സഹായകമായ മറ്റേ ഇൽമുകൾ, അറബി ഭാഷ പഠിക്കുന്നത്, ഗ്രാമർ പഠിക്കുന്നത്, അതുപോലെയുള്ളതായ മറ്റേ ഇൽമുകൾ അത് നേടിയെടുക്കാനും ഇതിന് മുന്നോടിയായിട്ടുള്ള റമളാന് മുന്നോടിയായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തുക. പലപ്പോഴും റമളാനിലൊക്കെ തറാവീഹ് നമസ്കാരത്തിന് ആളുകൾ ധാരാളമായി ശബ്ദമാധുര്യമുള്ള ഇമാമുകളുടെ പിറകിൽ പോയി നമസ്കരിക്കാൻ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഖുർആൻ പാരായണം അത് ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ കേൾക്കുക വഴി ഒരു മുഅ്മിനിന്റെ ഖൽബിൽ അത് ഉണ്ടാക്കുന്ന ചലനം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ വിശുദ്ധമായ കലാം അതിന്റെ അർത്ഥമെങ്ങാനും നമ്മുടെ ആളുകൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അത് സഹോദരങ്ങളെ അത് കൂടുതൽ അവരുടെ ഖൽബിൽ മാറ്റമുണ്ടാക്കുമായിരുന്നു. എന്നാൽ സുബ്ഹാനല്ലാഹ് വൽഇയാദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഇപ്പോഴും നമ്മുടെ ആളുകൾ അതിന്റെ അർത്ഥം അറിയാതെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് കാണാം. നമുക്കത് പഠിക്കാൻ സമയമുണ്ടായിട്ടും, അറബി ഭാഷ പഠിക്കാൻ, അള്ളാഹുവിന്റെ കലാം അതിന്റെ അർത്ഥം അറിയാൻ, അതിനൊക്കെ സമയമുണ്ടായിട്ടും അതിനുവേണ്ടി യാതൊരു അധ്വാനവും പരിശ്രമവും ചെയ്യാത്ത ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യാതൊന്നും അറിയാതെ കേവലം അതിന്റെ ഇമാമ് കരയുമ്പോൾ കൂടെ കരയുക, അല്ലെങ്കിൽ ഇമാമിന് എന്തെങ്കിലും മനസ്സിൽ ഇനി അത് ഇമാമിന് യാതൊരു നിലക്കുള്ള തഅ്സീറും ഒരു സ്വാധീനവും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതങ്ങനെ തന്നെ കേട്ടുപോവുക. എന്താണ് സഹോദരങ്ങൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം? അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിന്റെ ഭാഷ പഠിച്ച് ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഭാഷയിലാണോ അവതരിപ്പിച്ചത് ആ ഭാഷയിൽ നമ്മുടെ ഖൽബിലേക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാധുര്യം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഖുറാകളായ ചില സഹാബിമാരോട് പറയാറുണ്ടായിരുന്നു, താങ്കൾ ഓതിത്തരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിത്തരാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾക്ക് വഹി ഇറങ്ങുമ്പോൾ താങ്കൾക്ക് ഞാൻ ഓതിത്തരുകയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതെ, താങ്കളിൽ നിന്ന് അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ നിലക്ക് ഖുർആനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം അത് റമളാന് മുന്നേ തന്നെ നമ്മൾ തുടങ്ങണം. എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ നഫ്സിനെ സംസ്കരിക്കുന്നതിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരിക്കും അത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമത്തെ സഹോദരങ്ങളെ, ഇത്തിഖാദുൽ ഖുദ്വ വൽ ഉസ്വ, ശരിയായ തസ്കിയത്തിന്റെ ശരിയായ മാതൃക നമ്മൾ തെരഞ്ഞെടുക്കുക. തസ്കിയത്തിന്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നത് കാണാം. മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ തസ്കിയത്തിനും ആത്മസംസ്കരണത്തിനും അള്ളാഹുമായി കൂടുതൽ അടുക്കാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പലതരം പുതിയതായ വഴികൾ സ്വീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. തസവുഫിന്റെ പേര് പറഞ്ഞ്, അതുപോലെ തന്നെ സൂഫികളെന്നും തരീഖത്തുകളെന്നും പേര് പറഞ്ഞ് പലതരത്തിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതായ വഴികൾ അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇത് അടുപ്പിക്കും, നിങ്ങളുടെ കൽബുകൾ തസ്കിയത്ത് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ക്ഷണിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. സഹോദരങ്ങൾ, അതെല്ലാം തെറ്റായ വഴിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തും കൊണ്ടുവന്ന ത്വരീഖത്തല്ലാത്ത യാതൊരു ത്വരീഖത്തും നമ്മുടെ കൽബുകൾ സംസ്കരിക്കുകയില്ല. വല്ലാഹി അത് സംസ്കരിക്കുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വറുസുലു അതിബ്ബാഉൽ ഖുലൂബ്, തീർച്ചയായും നബിമാർ എന്ന് പറയുന്നത് അവരാണ് കൽബുകളുടെ, നുഫൂസുകളുടെ ഡോക്ടർമാർ എന്ന് പറയുന്നത് അവരാണ്. ഫലാ സബീല ഇലാ തസ്കിയതിഹ, അതിന്റെ തസ്കിയത്ത് ഒരിക്കലും നടക്കുകയില്ല. വസലാഹിഹ, അതിന്റെ നന്നാകൽ ഉണ്ടാവുകയില്ല. ഇല്ലാ മിൻ ത്വരീഖിഹിം, അവരുടെ വഴിയിലൂടെ അല്ലാതെ. ഇപ്പൊ നബിമാർ പഠിപ്പിച്ചതായ വഴിയിലൂടെ അല്ലാതെ ആരെങ്കിലും അള്ളാഹുവിലേക്ക് അടുക്കാൻ, അവന്റെ കൽബ് സംസ്കരിക്കാൻ, അവന്റെ നഫ്സിനെ ആത്മസംസ്കരണം നടത്താൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അവൻ ലലാലത്തിലേക്കാണ് എത്തിപ്പെടുക. ഒരിക്കലും ശരിയായ മാർഗത്തിൽ അവൻ എത്തിപ്പെടുകയില്ല. അതുപോലെ തന്നെ പറയാൻ അദ്ദേഹം പറയാൻ,
പൂർണ്ണമായും നബിമാർ കൊണ്ടുവന്നിട്ടുള്ളതായ വഴി അവൻ സ്വീകരിച്ചിരിക്കണം. അതിനോട് അവൻ സമർപ്പിച്ചിരിക്കണം. അതല്ലാത്ത ഒരു വഴിയും പുതുതായ ഇബാദത്തുകൾ ഉണ്ടാക്കുക, ഇരുട്ടുള്ള മുറിയിലേക്ക് ഇരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, പലതരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ തരീഖത്തിന്റെ ഷെയ്ഖുമാരുടെ അടുത്ത് പോയി അവർക്ക് ബൈഅത്ത് ചെയ്യുക, സഹോദരങ്ങളെ, ഇതൊന്നും നമ്മുടെ തസ്കിയത്തിലേക്ക് നമ്മൾ എത്തിക്കുകയില്ല, മറിച്ച് ലലാലത്തിലേക്കാണ് എത്തിക്കുക. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ പുതുതായി കൊണ്ടുവരപ്പെട്ട എല്ലാ കാര്യവും മർദൂദാണ്, തള്ളപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിർവഹിച്ച പണിയാണിത്, തസ്കിയത്തുൻ നുഫൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ വിശദീകരിച്ചതുപോലെ യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു. വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ, അവർ ജനങ്ങളെ തസ്കിയത്ത് ചെയ്യുന്നു, അവർക്ക് ദീനും ഇൽമും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ നബിയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ദീനിന്റെ ശരീഅത്തിൽ കൽപ്പിക്കപ്പെട്ടതായ ഇബാദത്തുകൾ, അത് സഹോദരങ്ങൾ നമ്മുടെ കൽബുകളെ ശുദ്ധീകരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കലാം അത് നമ്മുടെ കൽബിനെ സംസ്കരിക്കുന്നതാണ്, നമ്മുടെ നഫ്സിനെ സംസ്കരിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും നിലക്കൊണ്ടതായ ആ ഋജുവായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ നമ്മുടെ കൽബിനെ, നമ്മുടെ നഫ്സിനെ സംസ്കരിക്കുന്നതിൽ അതിനുവേണ്ടി സഹോദരങ്ങൾ നമ്മൾ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടിരിക്കും, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹു പറയുകയാണ്, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ സ്വീകാര്യത, അതുപോലെ ശരിയായ നിലക്കുള്ള തസ്കിയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന് വിരുദ്ധമായ ഒരു ഇബാദത്തും, അല്ലെങ്കിൽ റസൂൽ പഠിപ്പിച്ചതിന് പുറമേക്കുള്ള ഏതെങ്കിലും ഒരു ഇബാദത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്ർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചടങ്ങ് അത് സംഘടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ, അതുപോലെ നമ്മുടെ ഖൽബിനെ സംസ്കരിക്കാൻ സഹോദരങ്ങൾ നമുക്ക് ബാധ്യതയില്ല. അത് ഏറ്റവും അള്ളാഹു വെറുത്തിട്ടുള്ള, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിട്ടുള്ള ബിദ്അത്തിന്റേതായ മാർഗമാണ്. അത് നമ്മൾ ഒഴിവാക്കുക. അഞ്ചാമത്തെ ഖായിദ ശൈഖ് ഈ കിതാബിൽ വിശദീകരിക്കുന്നത് അത്തസ്കിയത്തു തഖ്ലിയത്തുൻ വ തഹ്ലിയ. തസ്കിയത്ത് എന്ന് പറയുന്നത് അതിൽ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അത് രണ്ടും നമ്മൾ ശരിയായ വിധത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അഞ്ചാമത്തെ ഖായിദ. തഖ്ലിയ എന്ന് പറഞ്ഞാൽ അത്തഖ്ലിയത്തു മിനർ റദാഇലി വൽ മആസി വദ്ദുനൂബ്, എല്ലാവിധമായ മോശമായ തിന്മകളിൽ നിന്ന് ഒരുവൻ തന്റെ നഫ്സിനെ ഒഴിവാക്കലാണ്. തിന്മകളിൽ നിന്ന് ഒരുവൻ വിട്ടുനിൽക്കുക, തന്റെ നഫ്സിനെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുക, ഇതാണ് ഒരുവൻ തഖ്ലിയത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തഹ്ലിയ, നല്ല ഗുണങ്ങൾ ഒരുവൻ ആർജിച്ചെടുക്കുക, നല്ല ഇബാദത്തുകൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് വർദ്ധിപ്പിക്കുക, ഇത് തഹ്ലിയത്തിൽപ്പെട്ടതാണ്. ഇത് രണ്ടും ഒരേ സമയം നടക്കുമ്പോഴാണ് തസ്കിയത്ത് സംഭവിക്കുക. ഇതാണ് അഞ്ചാമത്തെ ഖായിദയിൽ ഉൾപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തതൻ സൗദാ. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. ഒരു അടിമ ഒരു തിന്മ ചെയ്താൽ അവന്റെ കൽബിൽ ഒരു കറുത്ത പുള്ളി വീഴും. അങ്ങനെ അവൻ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അതെന്ത് ചെയ്യും? ആ കറുത്ത പുള്ളി മായ്ക്കപ്പെടും. അപ്പൊ നമ്മുടെ കൽബിൽ നിന്ന് ഈ പറയപ്പെട്ടതായ മോശമായ സംഗതികൾ, നമ്മുടെ നഫ്സിൽ നിന്ന് തിന്മകൾ ഒഴിവാക്കുന്നതിൽ പെട്ടതാണ് തൗബ നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഫഇന്നൽ ഹസനാത യുദ്ഹിബ്ന സയ്യിആത്, തൗബ ചെയ്യുക, അതുപോലെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കുക. ഇത് രണ്ടും നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. ഇങ്ങനെ മോശമായ കാര്യങ്ങൾ നമ്മുടെ നഫ്സിൽ നിന്ന് ഒഴിവാക്കുക, അതുപോലെ തന്നെ നല്ല നന്മകൾ, ധാരാളമായ സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ നഫ്സിന് തസ്കിയത്ത് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആറാമത്തെ ഖായിദ എന്ന് പറയുന്നത് ഇഗ്ലാഖുൽ മനാഫിദ്, മനാഫിദുകൾ അടക്കുക. മൻഫദ് എന്ന് പറഞ്ഞാൽ ജനൽ അല്ലെങ്കിൽ വിൻഡോ എന്നൊക്കെയാണ് പറയാം. മനാഫിദ് എന്ന് പറഞ്ഞാൽ ജനലുകൾ, വാതിലുകൾ, അത് കൊട്ടിയടക്കുക. അഥവാ നമ്മുടെ നഫ്സിനെ മലിനപ്പെടുത്തുന്നതായ എന്തെല്ലാം സംഗതികളുണ്ടോ ആ വാതിലുകൾ മുഴുവൻ നമ്മുടെ കണ്ണിൽ നിന്നും കാതിൽ നിന്നുമെല്ലാം അതിനെ കൊട്ടിയടക്കുക. ഇതിലൂടെ മാത്രമേ
ഒരുവന് തന്റെ നഫ്സിനെ തസ്കിയത്ത് ചെയ്യാൻ സാധിക്കും. നമ്മൾ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും ഈ കാര്യത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്താൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഈ തസ്കിയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറഞ്ഞത് ഖുൽ ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ദാലിക അസ്കാ ലഹും. അല്ലാഹു പറഞ്ഞു നോക്കും, മുഅ്മിനീങ്ങൾ, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ മുഅ്മിനീങ്ങളോട് പറയുക, എന്താണ് പറയേണ്ടത്? യഗുല്ലു മിൻ അബ്സാരിഹിം, അവർ അവരുടെ കണ്ണുകളെ, കാഴ്ചയെ അവർ താഴ്ത്തട്ടെ. വയഹ്ഫളു ഫുറൂജഹും, അത് മുഖേന അവർ അവരുടെ ഗുഹ്യാവയവത്തെ സംരക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അത് അവർക്ക് ഏറ്റവും തസ്കിയത്ത് നൽകുന്നതായ കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ നമ്മുടെ തസ്കിയത്തിന് ഏറ്റവും പ്രധാനമായി നമ്മൾ വേണ്ട കാര്യം നമ്മുടെ ഖൽബിനെ മലിനപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ നഫ്സിനെ മോശമാക്കുന്ന കാര്യങ്ങളിലേക്കുള്ള എല്ലാ വാതായനങ്ങളും, നമ്മുടെ ഖൽബിലേക്കുള്ള, നമ്മുടെ നഫ്സിലേക്കുള്ള വാതായനങ്ങളാണ് നമ്മുടെ കണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ ചെവി, അതുപോലെ തന്നെ നമ്മുടെ അതുപോലുള്ളതായ അള്ളാഹു നൽകിയതായ നിഅമത്തുകൾ. ഇത് സഹോദരങ്ങളെ നമ്മൾ ഹറാമിലേക്ക് നോക്കുന്നതിൽ, ഹറാമ് കേൾക്കുന്നതിൽ, ഹറാമിലേക്ക് നടക്കുന്നതിൽ, ഹറാമുമായി അടുത്തിടപഴകുന്നതിൽ, ഇതിൽ നിന്നെല്ലാം നമ്മൾ നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കണം. അങ്ങനെ ആ വാതിലുകൾ കൊട്ടിയടച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നഫ്സിനെ നന്നാക്കുക, തസ്കിയത്ത് ചെയ്യുക എന്ന കാര്യം നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലുൻ ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും സമഅ, ബസർ, ഫുആദ് ഇതെല്ലാം നാളെ അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന നിഅമത്തുകളാണ്. അപ്പൊ ഈ വാതിലുകളിലൂടെ ശൈത്താൻ അല്ലെങ്കിൽ നമ്മുടെ നഫ്സിനെ മലിനപ്പെടുത്തുന്നതായ കാര്യങ്ങൾ കടന്നു വരുന്നതിൽ നിന്ന് നമ്മൾ തടയിടണം. പ്രത്യേകിച്ചും റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ, റമദാനിൽ വളരെ ഗൗരവത്തോട് പിന്നെയും നമ്മൾ സൂക്ഷിക്കേണ്ടതായ കാര്യമാണ്. പ്രത്യേകിച്ചും ചിലപ്പോഴൊക്കെ ഒഴിവ് സമയമുണ്ടാവും, നമ്മുടെ ശരീരം ചിലപ്പോൾ ക്ഷീണത്തിലുണ്ടാവും. ഈ സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ, മൊബൈൽ പോലെയുള്ള മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തിലേക്കും നമ്മുടെ കണ്ണെത്തിക്കാൻ സാധിക്കുന്നതായ സൗകര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ വളരെ വലിയ ശ്രദ്ധ നമ്മൾ പുലർത്തണം. ഏതാണോ നമുക്കതിന് കാരണമാകുന്നത് അത് അടച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും ഈ റമദാനിനോട് മുന്നോടിയായി നമുക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ റമദാനിലും നമുക്ക് സാധിക്കൂല. പ്രത്യേകിച്ചും ഇത് ഇന്നൊരു അഡിക്ഷനായി മാറിയിട്ടുള്ള കാലമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പിനെയും നമ്മുടെ ഇബാദത്തുകളെയും അള്ളാഹു പരിശുദ്ധ റമദാനിൽ ഈ വിധത്തിലുള്ള തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ടതായ വാതിലുകൾ കൊട്ടിയടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ നഫ്സിന്റെ തസ്കിയത്തിനെ ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളെയും അത് വലിയ അളവിൽ ബാധിക്കും. അതുപോലെ ഏഴാമത്തെ കാര്യം ഷെയ്ഖ് പറയുന്നത് തദക്കുറുൽ മൗത്ത് വലിഖാ അല്ലാഹ് അസ്സ വജൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുക, അതുപോലെ തന്നെ മരണം എന്ന് പറയുന്ന ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മ തീർച്ചയായും നമുക്ക് നമ്മുടെ നഫ്സ് അത് സംസ്കരിക്കുന്നതിന് നമ്മെ സഹായിക്കും. മുൻഗാമികൾപ്പെട്ട ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായ വളരെ സുദീർഘമായ, നമുക്ക് വളരെ സ്വാധീനം ഉണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ വായിക്കും പഠിക്കുകയൊക്കെ വേണം, മുൻഗാമികളുടെ ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ. അതിൽ അദ്ദേഹം പറയുന്നത് യാ നഫ്സ്, സ്വന്തം നഫ്സിനോട് പറയുന്ന സംസാരം. അദ്ദേഹം പറയുകയാണ് യാ നഫ്സ്, അല്ലയോ നഫ്സേ, ഇൻ അനമിത്തു ഫമൻ ദല്ലദീ യുസല്ലി അന്നി ബഅദൽ മൗത്ത്. നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട വാക്കാണ്. റമദാനിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മൾ സ്വന്തത്തോട് പറയേണ്ട വാക്കാണ്. അല്ലയോ നഫ്സേ, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നമസ്കരിക്കാൻ, ഒരു റക്അത്ത് നമസ്കരിക്കാൻ ഈ ദുനിയാവിൽ വേറെ ആരാണ് ഉണ്ടാവുക? സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ചു. വമൻ സയസൂമു അന്നി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നോമ്പെടുക്കാൻ നഫ്സേ എനിക്ക് വേണ്ടി വേറെ ആരാണ് ഉണ്ടാവുക? വമൻ യതൂബു അന്നി മിൻ ദുനൂബി വതഫ്രീതി, എന്റെ പാപങ്ങളിൽ നിന്ന്, എന്റെ അതിരുകവിച്ചിലുകളിൽ നിന്ന് എനിക്ക് വേണ്ടി തൗബ ചെയ്യാൻ എന്റെ നഫ്സേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വേറെ ആരാണ് എനിക്കുണ്ടാവുക? സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഈ ചിന്തയോടെ ആയിരിക്കണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കണം. ഈ റമദാനോട് മുന്നോടിയായി തന്നെ ഈ ചിന്ത നമ്മുടെ ഖൽബിനെ അലട്ടണം. കാരണം ഈ റമദാനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ ഇല്ലേ എന്നത് റബ്ബിന്റെ കയ്യിലുള്ള കാര്യമാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ അദ്ദേഹം ഒരു സംഭവം, ഒരു കഥ വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന് അറിയുന്ന ഒരു ദായിയായ ആഫ്രിക്കയിലുള്ള ഒരു നാട്ടിലുള്ള ഒരു ദായി, അദ്ദേഹം റമദാനിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് അയച്ച, റമദാന് മുന്നോടിയായി അദ്ദേഹം അയച്ച സംസാരത്തിൽ അദ്ദേഹം പറയുന്നത്, റമദാനിൽ എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ റമദാൻ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ, അതിന്റെ അവസാനം വരെ
ഇന്ന പരിപാടികളൊക്കെ ഞാനിങ്ങനെ ജദ്വലാക്കിയിട്ടുണ്ട്, പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, പട്ടികയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തന്റെ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വളരെ മഹത്തരമായ ആളുകളെ ശരിയായ തൗഹീദിലും സുന്നത്തിലുമായി ശരിയായ ഇബാദത്തിൽ ഈ റമളാൻ ഏറ്റവും നല്ല നിലക്ക് ഉപകാരപ്പെടുത്താൻ സഹായിക്കുന്നതായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഉള്ള വളരെ വിശദമായ പരിപാടികൾ അതൊക്കെ ഇദ്ദേഹം സംഘടിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഷെയ്ഖിനെ കണ്ടപ്പോൾ ഈ വിദ്യാർത്ഥി പറയുകയാണ്, ആ പറഞ്ഞുകൊണ്ടിരുന്ന ആഫ്രിക്കയിലുള്ള സഹോദരൻ ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു, ഈ 2 ദിവസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം വലിയ നന്മകൾ ഈ പരിശുദ്ധമായ റമളാൻ നിയത്താക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇബാദത്തുകൾ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്റെ കൂടെയുള്ള സാധാരണക്കാരായ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അദ്ദേഹം ഒരുപാട് നന്മ അറിയിച്ചു കൊടുക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ അവധിയെത്തി. ആ അവധി എത്തിയപ്പോൾ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. ആ റമളാൻ പോലും അതിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. സ്വരങ്ങൾ, ഇത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാണ്. ഇവിടെ ഇബ്രാഹിം തൈമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ റമളാൻ എങ്ങാനും നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അത് പ്രവേശിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അതിനു മുമ്പ് നമ്മുടെ അവധി എത്തിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ പരിശുദ്ധമായ റമളാനിലെ ഒരു നോമ്പെടുക്കാൻ സാധിക്കാതെ മരിച്ചുപോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ പരിശുദ്ധ റമളാനിലെ രാത്രിയിൽ ഖിയാം നിർവഹിക്കാൻ സാധിക്കാതെ മരിച്ചുപോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ദൗർഭാഗ്യം എന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടാൽ അതിനു മുന്നേ നമ്മൾ ആലോചിക്കണം. സഹോദരങ്ങളെ, ഈ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പറയപ്പെട്ട ഇബാദത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, അത് ലഭിക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് മരണത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മ നമ്മളെ സംബന്ധിച്ച് ഇബാദത്തിൽ വർദ്ധിപ്പിക്കാൻ, നന്മയിൽ മുന്നേറാൻ നമുക്ക് പ്രചോദനം നൽകുന്ന കാര്യമാണ്. അത് നമ്മുടെ നഫ്സിനെ തസ്കിയത്ത് ചെയ്യുന്നതിൽ നമ്മളെ വളരെയേറെ സഹായിക്കും. 8ാമതായി ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളതായ കാര്യം തഖയ്യുറുൽ ജുലസാ സാലിഹീൻ, നല്ല കൂട്ടുകാരെ സ്വീകരിക്കുക, നല്ല കൂട്ടുകെട്ട് നമുക്കുണ്ടായിരിക്കുക. പ്രത്യേകിച്ചും റമളാൻ അടുക്കുമ്പോൾ നമ്മുടെ തിന്മയിൽ നിന്നും നമ്മൾ മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഏതേത് തിന്മയിൽ നിന്നാണോ നമ്മൾ മാറാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അങ്ങനെ കുറെ നീയത്തൊക്കെ വെച്ച് റമളാനിലേക്ക് പ്രവേശിക്കും. പിറ്റേ ദിവസം നമ്മുടെ കൂട്ടുകാർ വന്ന് വിളിക്കും, അവരുദ്ദേശിക്കുന്നതായ നമ്മൾ മുൻപ് ഏർപ്പെട്ടുള്ളതായ തിന്മകളിലേക്ക് നമ്മൾ വീണ്ടും പോവും. അവിടെ കൂടെ ഇരുന്ന് സൊറ പറയും, ഹറാമുകൾ പറയും, ഇഷ്ടമില്ലാത്ത, റബ്ബിന് പൊരുത്തമില്ലാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരും. അതുപോലെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾക്ക് റബ്ബിന് പൊരുത്തമില്ലാത്ത കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണ് പായും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തടത്തേക്ക് നമ്മുടെ കാലുകൾ നടക്കും. ഇങ്ങനെ അവസ്ഥ നമുക്ക് സംഭവിക്കും. നമ്മൾ മോശമായ കൂട്ടുകെട്ടിൽ നമ്മൾ പെട്ടുപോയല്ലോ. അയ്യാദു ബില്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരുവൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഫയൻദുർ മൻ യുഖാലിൽ, ആരാണോ ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരെയാണോ അവൻ കൂട്ടുകൂടുന്നത് അവരെ സംബന്ധിച്ച് ശരിയായി നോക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. 9ാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായത് അൽ ഹദ്റു മിനൽ ഉജ്ബി വൽ ഇഗ്തിറാർ ബിൻ നഫ്സ്, നമ്മളെ നഫ്സിനെ സംബന്ധിച്ചുള്ളതായ അൽ ഇഗ്തിറാർ, വഞ്ചനാത്മകമായിട്ടുള്ള ചിന്ത. നമ്മളെ നഫ്സിനെ സംബന്ധിച്ച് അത് നന്നായിട്ടുണ്ട് എന്ന രീതിക്കുള്ള ചിന്ത. അതുപോലെ തന്നെ ഉജ്ബ്, നമ്മൾ വളരെയേറെ മുന്നേറിയിട്ടുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അവസ്ഥയിലാണ് നമ്മുടെ നഫ്സുള്ളത് എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് ധരിച്ച് നടക്കുക. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ തന്നെ തസ്കിയത്ത് ചെയ്യരുത്, പുകഴ്ത്തി പറയരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഹുവ അഅലമു ബിമൻ ഇത്തഖാ, അള്ളാഹുവിന് അറിയാം ആരാണ് തഖ്വ പുലർത്തുന്നത്. അതുകൊണ്ട് ഇബാദത്തുകളിലൊക്കെ മുന്നേറിയാൽ, റമളാനിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകി, അതിനുശേഷം നമുക്ക് ഇബാദത്തുകൾക്കൊക്കെ തൗഫീഖ് നൽകിയാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വലിയ ഖൈർ നമ്മുടെ മേന്മ കൊണ്ട് നമുക്ക് കിട്ടിയെന്നാകരുത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് എന്നായിരിക്കണം നമ്മൾ ചിന്തിക്കാൻ. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് കാണാം, റമളാനിലൊക്കെ തൗബ ചെയ്ത് മടങ്ങി വരുന്ന, പള്ളിയുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളുകൾ, റമളാനിൽ കൂടുതലായി നന്മ ചെയ്യാനും തൗബ ചെയ്തൊക്കെ വരുന്ന ആളുകൾ, അവരെ കണ്ടാൽ സ്ഥിരമായി പള്ളിയിൽ പോകുന്ന, ഇബാദത്തുകൾ ജീവിക്കുന്ന ആളുകൾ, ചില ആളുകൾ അവർ പരിഹസിക്കുന്നത് കാണാം. അവർ ഈ പറയുന്ന സ്വന്തം നഫ്സിനെ കുറിച്ച് വഞ്ചനയിൽപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ സ്വന്തത്തെക്കുറിച്ച് ഉജ്ബ് ഉള്ള ആളുകളായിരിക്കും അത്തരം ആളുകൾ. വലഇയാദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും തൗബ ചെയ്തു വന്ന ആളുകളെ കളിയാക്കാനോ അവരെ ആക്ഷേപിക്കാനോ നമുക്ക് യാതൊരു തരത്തിലും അർഹതയില്ല.
അത് ഈ പറഞ്ഞ ഉജുബിന്റെ അടയാളമാണ്. അത്തരം സംഗതികൾ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താണ്? അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ അവർ സമർപ്പിക്കും, പക്ഷെ അവരുടെ ഖൽബ് എങ്ങനെ ആയിരിക്കും? വജില, അങ്ങേയറ്റത്തെ ഭയചകിതമായ അവസ്ഥയിലായിരിക്കും അവരുടെ ഖൽബുണ്ടായിരിക്കുക എന്നാണ്. അപ്പൊ ആ അവസ്ഥയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. 10ാമത്തെ ഖായിദ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ കിതാബിൽ വിശദീകരിക്കുന്ന മഅരിഫത്തുൻ നഫ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി നമ്മുടെ ഈ രണ്ട് ചുമലുകൾക്കിടയിൽ വെച്ചിട്ടുള്ളതായ ഈ നഫ്സിനെ സംബന്ധിച്ച് അള്ളാഹും റസൂലും വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ നഫ്സിനെ അറിയുക. നഫ്സിന് പല സ്വഭാവങ്ങളുണ്ട്. ഒരേ സമയം നന്മയെ ഇഷ്ടപ്പെടുന്ന നഫ്സിനെ അള്ളാഹു നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വൃത്തികെട്ടതായ കാര്യങ്ങളെ അതിലേക്ക് നമ്മളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നതായ ഖൽബും നഫ്സും നമ്മുടെ നഫ്സിൽ അള്ളാഹു ഈ നഫ്സിൽ തന്നെ വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നഫ്സിന്റെ ഷർറുകളെ സംബന്ധിച്ച് കാവൽ തേടാൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല അദ്കാറുകളിലും പിന്നെ ദുആകളിലും ഈ ദുആ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നഫ്സിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. നഫ്സ് നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോകരുത്. പരിശുദ്ധ റമളാനായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സുഫിദത്ത് ശയാത്തീൻ വ മറദത്തുൽ ജിൻ, ശൈത്താന്മാരും അതുപോലെ തന്നെ ജിന്നുകൾപ്പെട്ട മല്ലന്മാരായ പിന്നെ ജിന്നുകളും അവർ ചങ്ങലക്കിടപ്പെടും എന്ന് നമ്മൾ കേട്ടതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് നമുക്ക് റമളാന് മുന്നേ നമ്മൾ പലപ്പോഴും അകപ്പെട്ടു പോകാറുള്ള തിന്മകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോരാൻ സാധിച്ചേക്കും. റമളാനിൽ ഇല്ല. ഈ പറയപ്പെട്ട നമ്മുടെ ഈ രണ്ട് ചുമലുകൾക്കിടയിലുള്ള നമ്മുടെ നഫ്സ് തന്നെ നമ്മളെ ഈ തിന്മയിലേക്ക് വലിച്ചുകൊണ്ടുപോകും. അതിന് ശൈത്താന്റെ സഹായം നമുക്ക് ചിലപ്പോൾ ആവശ്യം തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ നഫ്സിനെ കുറിച്ച് നല്ല ബോധം നമുക്ക് വേണം. അതിന്റെ ഷർറുകളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടണം നിരന്തരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച 3 നഫ്സിന്റെ 3 ഇനങ്ങൾ നമുക്കറിയാം. അന്നഫ്സുൽ മുത്മഇന്ന, ഏറ്റവും നല്ല അവസ്ഥയിലെത്തിയ അള്ളാഹു തൃപ്തിപ്പെട്ടതായ ആ നഫ്സ് അന്നഫ്സുൽ മുത്മഇന്ന. അതുപോലെ തന്നെ അന്നഫ്സുൽ ലവ്വാമ, തിന്മ ചെയ്താൽ അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നതായ, നന്മയോട് കൂറുള്ള, നന്മയോട് ചായുള്ളതായ ആ നഫ്സ്, പലപ്പോഴും തിന്മയിലേക്ക് നടക്കുമ്പോൾ നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന ആ നഫ്സ് അന്നഫ്സുൽ ലവ്വാമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അത് അന്നഫ്സുൽ ലവ്വാമ, അതും നമ്മുടെ നഫ്സിലുള്ളതാണ്. അതുപോലെ തന്നെ അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ, തിന്മ കൊണ്ട് കൽപ്പിക്കുന്ന ഏറ്റവും വൃത്തികേടുകളിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതായ നഫ്സ്. ഇത് മൂന്നും നമ്മുടെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളതാണ്. ഒരു പരീക്ഷണമായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ നഫ്സിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാവുകയും ഈ പറയപ്പെട്ടതായ ഖവായിദുകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ നഫ്സിനെ തസ്കിയത്ത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കും. അതിലൂടെ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സലഫുകൾ പറഞ്ഞ തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ എന്ന് പറഞ്ഞിട്ടുള്ളതായ ആ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല നിലയിൽ നമ്മുടെ ഖൽബിനെ സംസ്കരിച്ച് നമ്മുടെ നഫ്സിനെ നന്നാക്കി ഏറ്റവും നല്ല അവസ്ഥയിൽ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ളതായ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിലേക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ അവന്റെ പ്രത്യേകമായ തൗഫീഖോടെ പരിശുദ്ധമായ റമളാനിൽ പ്രവേശിക്കാൻ, ആ റമളാനിലെ രാവും പകലുകളും അവനിഷ്ടമുള്ള പൊരുത്തമുള്ള ഇബാദത്തുകൾ കൊണ്ട് സജീവമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.